കോട്ടയം ജില്ലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ വലിയ തീവ്രതയിലുള്ള പ്രചരണ പ്രവർത്തനവുമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ചുക്കാൻ പിടിക്കുന്ന ആളുണ്ട്, മറ്റാരുമല്ല ജില്ലയുടെ സ്വന്തം മന്ത്രി കൂടിയായിരുന്ന മന്ത്രി വി എൻ വാസവൻ. അദ്ദേഹത്തിൻ്റെ വസതിയിലാണ് ഇപ്പോൾ ഞാനുള്ളത്. രാവിലെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കി ഭക്ഷണമൊക്കെ കഴിച്ച് ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന ദിവസം കൂടിയാണ്. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളൊക്കെ പൂർത്തിയാക്കി പോകാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ പിടിച്ചു നിർത്തിയതാണ് അല്പനേരം. എന്തായാലും മന്ത്രിയുടെ തന്നെ വിശേഷം ചോദിക്കാം. ഇന്ന് എങ്ങനെയാണ് പ്രചരണ പ്രവർത്തനങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്? രാവിലെ 11:30 കോട്ടയം കളക്ട്രേറ്റിൽ മുമ്പാകെ നോമിനേഷൻ കൊടുത്തു. അതിനുശേഷം മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിലെ പര്യടന പരിപാടികളും അതോടൊപ്പം തന്നെ സായാഹ്നത്തിൽ ചില കുടുംബ സദസ്സുകളും ആണ് ഇന്ന് പ്ലാൻ ചെയ്തിട്ടുള്ളത്. പൊതുവിൽ ആദ്യ റൗണ്ട് പ്രചരണ പ്രവർത്തനങ്ങളിലെല്ലാ മേഖലകളിലും ചെന്നെത്താൻ കഴിഞ്ഞു. കാലേക്കൂട്ടി തന്നെയുള്ള സംഘടനാ പ്രവർത്തനങ്ങൾ പൊതുവിൽ ഇടതുപക്ഷ ജനാധിപത്യ പ്രവർത്തകർ സംഘടിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രചരണ രംഗത്ത് മറ്റൊരു ബുദ്ധിമുട്ടും കൂടാതെ ജനങ്ങൾ തന്നെ പ്രചരണം ഏറ്റെടുക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിച്ചെന്നുള്ള ഏറ്റവും സന്തോഷകരമായ കാര്യം. നീണ്ടൂരിലേക്ക് രാവിലെ പോകുന്നുണ്ടോ? നീണ്ടൂർ രക്തസാക്ഷി മണ്ഡപത്തിൽ പോയി പുഷ്പാർച്ചന നടത്തിയതിന് ശേഷമേ നോമിനേഷൻ കൊടുക്കൂ. അതിനുവേണ്ടിയാണ് ഇപ്പോൾ ഇറങ്ങിയത്. സനോജ് വന്നുകൊണ്ടാണ് ഇവിടെ നിന്ന്, അല്ലെങ്കിൽ ഇപ്പോൾ പോയനെ. പതിവ് അല്ല, സാധാരണ എല്ലാ തവണയും നീണ്ടൂരിൽ പോയിട്ട് ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോകുക. ആ പതിവ് ഇത്തവണയും നിശ്ചയമായും, കാരണം അനശ്വരരായ രക്തസാക്ഷികളാണ് നമ്മുടെ എല്ലാം പാർട്ടിക്ക് മുകളിലുള്ള നമ്മുടെ ഏറ്റവും വലിയ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന അവരുടെ നാമങ്ങളാണ്. ആ അനശ്വരരായ രക്തസാക്ഷികളെ അഭിമാനാദരവോടെ നമ്മൾ കൃത്യമായി പുഷ്പാർച്ചന നടത്തി അംഗീകരിച്ചതിന് ശേഷം മാത്രമേ നാമനിർദ്ദേശ പത്രിക എല്ലാ കാലഘട്ടത്തിലും കൊടുക്കാറുള്ളൂ. ഇന്നും അങ്ങനെയാണ് കൊടുക്കാൻ പോകുന്നത്. ഈ ജില്ലയുടെ മൊത്തം പ്രചരണവും ഏറ്റെടുത്ത് ഓടി നടക്കുകയാണ്. പലയിടങ്ങളിലെ കൺവെൻഷനൊക്കെ ഉദ്ഘാടനം ചെയ്ത് ഇങ്ങനെ എല്ലാ സ്ഥാനാർത്ഥിമാരെയും വിജയിപ്പിക്കാൻ വേണ്ടിയുള്ള ഓട്ടത്തിലാണ്. ഈ ജില്ലയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കുമോ? നിശ്ചയമായും കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ ഏറ്റവും നല്ല മുന്നേറ്റം ഈ ജില്ലയിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിനെനിക്ക് ഇപ്പോൾ തന്നെ പ്രകടമായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് റിസൾട്ട് ഏറ്റവും അഭിമാനകരമായിരിക്കും. 9 സീറ്റും വിജയിക്കാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള ആവേശകരമായ അനുഭവമാണ് പോയ സ്ഥലങ്ങളിലെല്ലാം കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. വിവിധ കൺവെൻഷനുകൾ ഉദ്ഘാടനം ചെയ്യാൻ പോയപ്പോൾ കണ്ട ജനങ്ങളുടെ ആവേശവും പങ്കാളിത്തവും പ്രചരണ പ്രവർത്തന രീതികളും ഒക്കെ പരിശോധിച്ചപ്പോൾ സമർത്ഥരായ സ്ഥാനാർത്ഥികൾ, അതുപോലെ സംഘടനാ രാഷ്ട്രീയ നേതൃത്വം, ചിട്ടയായ പ്രവർത്തനങ്ങൾ, ഒപ്പം ഇടതുപക്ഷ ജനാധിപത്യത്തിനുടെ മൂല്യാധിഷ്ഠിത രാഷ്ട്രീയം, ഗവൺമെൻറ്റിൻ്റെ ഭരണ നേട്ടങ്ങൾ, ഇതെല്ലാം ഉയർത്തിപ്പിടിച്ച് ഏറ്റവും നല്ല പ്രചരണ പ്രവർത്തനങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ ഈ കാലഘട്ടത്തിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിലേക്ക് ഈ ജില്ലയിൽ കഴിഞ്ഞിരിക്കുന്നു എന്ന അഭിമാനകരമായ പശ്ചാത്തലത്തിലാണ് ഞങ്ങൾ നോമിനേഷൻ സമർപ്പണത്തിലേക്ക് കിടക്കുന്നത്. മറ്റന്നാൾ ഈ ആവേശത്തിന് തിരികൊളുത്താൻ വേണ്ടി നമ്മുടെ ക്യാപ്റ്റൻ കൂടി എത്തുകയാണ്. അതോടുകൂടി നമ്മുടെ ജില്ലയുടെ ആവേശത്തിരമാലകൾ ആകാശത്തോളം ഉയരുമെന്ന കാര്യത്തിൽ സംശയമില്ല. 4 പരിപാടികളാണ് ജില്ലയിൽ ക്യാപ്റ്റൻ നിശ്ചയിച്ചിട്ടുള്ളത്. 1 കാഞ്ഞിരപ്പള്ളിയിൽ, 2 ചങ്ങനാശ്ശേരിയിൽ, 3 ഏറ്റുമാനൂരിൽ, 4 പാലായിൽ. അതോടുകൂടി ജില്ലയാകെ ആബാലവൃദ്ധം ജനങ്ങൾ ആകാശത്തോളം ആവേശവുമായി ഉയർന്നെഴുന്നേൽക്കുന്ന കാര്യത്തിൽ സംശയമില്ല. അവസാനമായിട്ടൊരു ചോദ്യം, അതായത് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം ഇത്തവണ ഏറ്റുമാനൂരിൽ ഉണ്ടാകുമോ? സംശയമൊന്നും വേണ്ട. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ മെച്ചപ്പെട്ട ഭൂരിപക്ഷം ഉണ്ടാകുമെന്ന് തികഞ്ഞ ആത്മവിശ്വാസമാണ് എനിക്കുള്ളത്.